നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച ചാലക്കുടി മണ്ഡലത്തിലെ 3 സ്കൂൾ കെട്ടിടങ്ങൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒലിവ് മൗണ്ട് സെന്റ് തോമസ് ദേവാലയം സുവർണ ജൂബിലി ആഘോഷനിറവിൽ. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കി. സപ്ലൈകോയിൽ 349 രൂപ വിലയുണ്ടായിരുന്ന സബ്സിഡി വെളിച്ചെണ്ണ 10 രൂപ കുറച്ച് 339 രൂപയ്ക്ക് കൊടുക്കുമെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച ചാലക്കുടി മണ്ഡലത്തിലെ 3 സ്കൂൾ കെട്ടിടങ്ങൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത് വെറും ഒരു സ്വപ്നമല്ല, ലക്ഷ്യമാണെന്നും അത് കൈവരിക്കാൻ ഭൗതികവും അക്കാദമിക്കുമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റിയെഴുതാൻ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി, ലൈബ്രറികൾ മെച്ചപ്പെടുത്തി, ലബോറട്ടറികൾ നവീകരിച്ചും സ്കൂൾ കെട്ടിടങ്ങൾ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കി. ഇത് കുട്ടികളുടെ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യയും പുതിയ അറിവും നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മാറുന്ന ലോകത്തിനനുസരിച്ച് കുട്ടികളെ പ്രാപ്തരാക്കുകയാണെന്നും ചാലക്കുടി മണ്ഡലത്തിൽ 50 കോടിയുടെ പ്രോജക്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ 2 കൈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 നിലകളിലായി 568 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടമാണ് പണിതിരിക്കുന്നത്. 2 കൈ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 330 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 1132.82 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ PWD സൂപ്രണ്ട് എഞ്ചിനീയർ അനിത കുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 200 ലക്ഷം രൂപ ചെലവഴിച്ചാണ് VR പുരം ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 823.76 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ്. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി ബാബു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി പോൾ, പ്രധാനാധ്യാപിക S ബിജി എന്നിവർ പങ്കെടുത്തു. പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. ഇവിടെ എൻ്റെയൊക്കെ പ്രായമുള്ളവരും ഒക്കെ അറിയാം, ഒരു നമ്മുടെ LP സ്കൂൾ UP സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ കുടില് പോലെയായിരുന്നു. കുടില് പോലെ കെട്ടി ചായപ്പെല്ലാം കെട്ടി വയ്ക്കുന്ന പോലെയായിരുന്നു LP സ്കൂൾ UP സ്കൂളുമെല്ലാം. ഇന്ന് എല്ലാ 2 നില കെട്ടിടവും 3 നില കെട്ടിടവും ലിഫ്റ്റും ഫാനും പിന്നെ AC ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി. അത് കുറച്ച് കുറച്ച് മറ്റേ CSR ഫണ്ടൊക്കെ കിട്ടിയിട്ടുള്ളതാണ്.
52 കോടി രൂപയുടെ ഒരു കെട്ടിടം 1 മുതൽ 12ാം ക്ലാസ് വരെയുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ചെറിയ താജ്മഹലാണല്ലോ, അത് സംരക്ഷിക്കാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ വലിയ ഗംഭീരാണ്, അത്ര വലിയ കെട്ടിടങ്ങൾ. അതേപോലെ തന്നെയാണ് കേരളത്തിലെമ്പാട് 5000 കോടി രൂപ ഈ ഗവൺമെൻറ് മുടക്കി ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ നമ്മുടെ MLA പറഞ്ഞ പോലെ ഇതിനെ കാണണം. ഒലിവ് മൗണ്ട് സെന്റ് തോമസ് ദേവാലയം സുവർണ ജൂബിലി ആഘോഷ നിറവിൽ ബിഷപ്പ് മാർ തോമസ് ചക്കേത്ത് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് താബോർ പള്ളിയിൽ നിന്നും ഒലിവ് മൗണ്ടിലേക്ക് ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള വാഹനജാഥ നടന്നു. തുടർന്ന് ദേവാലയത്തിൽ ബിഷപ്പ് മാർ തോമസ് ചക്കേത്തിന് സ്വീകരണം നൽകി. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പതാക ഉയർത്തി. ജൂബിലി പ്രാർത്ഥനാ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജൂബിലി ഫണ്ട് ശേഖരണത്തിനുള്ള കാഴ്ചവെപ്പ്, വിശുദ്ധ കുർബാന, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. ഒലിവ് മൗണ്ട് വികാരി ഫാദർ ഗെബിൻ ചിറക്കൽ, ഫൊറോന വികാരി ഫാദർ ജോസ് പൊള്ളയി, താബോർ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ തേക്കാനത്ത്, ഫാദർ ജിതിൻ പുന്നശ്ശേരി, ഫാദർ ബെർലിൻ ഈഞ്ചക്ക പാലാട്ടി, ഫാദർ സാജു ഈഞ്ചക്കൽ, അയക്കാരന്മാരായ പോളി വെമ്പിൽ, ടോമി കൂനത്താൻ, കൺവീനർ ലോറൻസ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് മിച്ചം വെച്ച പൂർവികരുടെ സ്വപ്ന സാക്ഷാത്കരണത്തിന് 50 വർഷം പിന്നിടുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലിക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് മിച്ചം വെച്ച പൂർവികരുടെ സ്വപ്ന സാക്ഷാത്കരണത്തിന് ഇന്ന് 50 വർഷം പിന്നിടുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ മഹനീയ കർമ്മത്തിൽ പങ്കാളികളാകുവാൻ എടലക്കാടിലെ നിവാസികളായ എല്ലാ വിശ്വാസികളെയും ജാതി മതഭേദമെന്ന് ഈ മഹനീയ കർമ്മത്തിൽ പങ്കാളികളാകുവാൻ എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടും ഇടവകയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കൈക്കാരനായ ശ്രീ ടോമി പാലാട്ടി കൊടുത്ത് ബൊക്കെ കൊടുത്ത് പിതാവിനെ സ്വീകരിക്കുന്നു. ഇപ്പൊ നേരെ പള്ളിയങ്കണത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും തന്റെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പതാക ഉയർത്തുവാനായിട്ട് വരുന്നത്. കടന്നു വരികയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന അഭിവന്യ മാർ തോമസ് ചക്കേത്ത് പിതാവ് സുവർണ ജൂബിലി വത്സരമായി ഒലിവ് മൗണ്ടിൽ ഉത്സവമായി മാർത്തോമാരൻ മാർഗം വിജയ പതാകയിലെത്തിടാം. അഭിവന്യ പിതാവ് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ പ്രാവിനെ ആകാശത്തേക്ക് ഉയർത്തിവിടുന്നു. പിതാവിൻ്റെ സമാധാനയിൽ കാലാകാലങ്ങളിൽ സേവനം അനുഷ്ഠിച്ച് കൈക്കാരന്മാരുടെ കൈമാറി നിലവിലുള്ള കൈക്കാരന്മാരായ ശ്രീ പോളി വെമ്പിലിനും ശ്രീ ടോമി പാലാട്ടി കൂനത്താനും നൽകുന്നു.
സോമാ ജ്യോതിർഗമയ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലയുടെ നേതൃത്വത്തിൽ ജോയ് കല്ലിങ്ങലിന്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലെ സുവർണ ജൂബിലി ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6-ന് ചാലക്കുടി വ്യാപാര ഭവനിൽ ആഘോഷങ്ങൾ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ പ്രസിഡന്റ് ജോസ് ചുള്ളിയാട് അധ്യക്ഷത വഹിക്കും. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ്, ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ്, ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, ചാലക്കുടി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ശ്രീഹരി മൂർക്കന്നൂർ, ചാലക്കുടി SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, ചാലക്കുടി മേഖല ഇൻചാർജ് PV ശിവാനന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് വസതിനി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഷാജു ലെൻസ്മാൻ, ജോയ് ഡേവിഡ്, ടോൾജി തോമസ്, KS അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ചാലക്കുടിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഫോട്ടോഗ്രാഫി രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ജോയ് പൊന്നമ്പിളിയുടെ ഫോട്ടോഗ്രാഫിയുടെ 50-ാം വാർഷികം സംഘടനത്തിൽ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. ജോയിച്ചിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അത്യാവശ്യം പത്രക്കാരൻ എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫിയായിട്ട് ഏറെ ബന്ധമുണ്ട്. പത്ര ഫീൽഡിലൊക്കെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുള്ള ആളെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ഒന്ന് പരിചയപ്പെടുത്തുന്നത്, അദ്ദേഹം സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ചിത്രരചന, പെയിന്റിങ്ങിലൊക്കെ വളരെ സജീവമായിരുന്നു. അതിനോടൊപ്പം തന്നെ ആൾ Click 3 ക്യാമറ, അന്നത്തെ ഒരു ലേറ്റസ്റ്റ് ക്യാമറ എന്ന് പറയാവുന്ന ഒരു ക്യാമറ മേടിച്ച് ഫോട്ടോഗ്രാഫി ആരംഭിക്കുകയും അത് അടുത്തുള്ള സ്റ്റുഡിയോകളിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് പ്രോസസ്സ് ചെയ്ത് പിക്ചർ അടിച്ച് അത് ഫോട്ടോസ് വലിയിരുത്തി നടക്കുന്ന രീതിയിലാണ് വളരെ സ്കൂൾ കാലഘട്ടം മുതൽ ആൾ ആരംഭിച്ചു. കോളേജ് കാലഘട്ടത്തിലും ആളും ഫോട്ടോഗ്രാഫിയെ കൈവിടാതെ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം അമ്പിളി എന്നൊരു സ്റ്റുഡിയോ ആരംഭിക്കുകയും പാർട്ണർഷിപ്പിലായിട്ട് 3 പേര് ഒരുമിച്ച് സ്റ്റുഡിയോ ആരംഭിച്ചു. കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ 27-ാം തീയതി നടക്കുന്ന പരിപാടിയുടെ തൊട്ട് അടുത്ത ദിവസം 28-ാം തീയതി, അതായത് എൻ്റെ 70-ാം ജന്മദിനമാണ്. ബർത്ത്ഡേ വിഷസ് പറയാൻ വേണ്ടിയല്ല ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ 70-കളിലും അദ്ദേഹം ഫോട്ടോഗ്രാഫി രംഗത്ത് വളരെ സജീവമായിട്ട് ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ പിന്മാറി നിൽക്കില്ല. എന്നിട്ട് ചാലക്കുടി യൂണിയന്റെ പ്രസിഡന്റാണ്. അപ്പൊ സംഘടനയോട് ചേർന്ന് നിന്നിട്ട് ഈ പ്രായത്തിലും, ഈ പ്രായം എന്ന് പറഞ്ഞൊരു വലിയ പ്രായത്തിലല്ല എന്നിരുന്നാലും സംഘടനയോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. ഇന്ന് ചാലക്കുടിയിൽ അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഫോട്ടോഗ്രാഫി രംഗത്ത് അവിടെ നിന്ന് പണി പഠിച്ചു പോയിട്ടുള്ളത് ഒരുപാട് പേരുണ്ട്. ഞാൻ 4-ാം ക്ലാസ് വരെ ഇവിടെ ഗവൺമെന്റിന്റെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ട്യൂഷൻ മാസ്റ്റർ അന്ന് ഫോട്ടോ ഫോക്കസ് ക്യാമറയിൽ പടം എടുത്തിട്ടുള്ള ഒരു പഴയ പടം കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഫോട്ടോഗ്രാഫി രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും സജീവമായി നിന്നിരുന്ന ജോയിച്ചന്റെ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കി. 212 പോയിന്റോടെ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ 2ാം സ്ഥാനവും 172 പോയിന്റോടെ ശ്രീനാരായണ വിദ്യാമന്ദിർ കോടാലി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം തൃശൂർ സിമെറ്റ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ SN പോറ്റി നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. MV വിനോദ്, C രാകേഷ്, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, KR വിജയലക്ഷ്മി, KS സുകേഷ് എന്നിവർ സംസാരിച്ചു. 53 ഇനങ്ങളിലായി 28 വിദ്യാലയങ്ങളിൽ നിന്നും 700-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശ്രീകാന്ത് ഗുരുപദം, സൗമ്യ സുരേഷ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഈ ഭാരതത്തെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു രാഷ്ട്രമായി നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു. ആദരണീയ മാനേജറും കൂടിയായ ശ്രീ
സി രാകേഷ് സാറാണ്. സാറിനെ സ്നേഹത്തോടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോക്കി നോക്കി നിന്നവയാണ് എന്ത് ചെയ്തത്, അതിനൊരു തുടക്കം കുറിച്ചത്. ശരിയല്ലേ? അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ചെറിയ ഗോളങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കി, അതിന് ചന്ദ്രനായി, സൂര്യനായി. പിന്നീട് എന്ത് പറ്റി? ഒരു വലിയ ഗലീലിയോ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിച്ചത്? എന്താണ് കണ്ടുപിടിച്ചത് ഗലീലിയോ? വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമെന്ന് തോന്നിപ്പിച്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. കഴിഞ്ഞ ദിവസം പവന് 800 രൂപ വർദ്ധിച്ച് 74,500 കടന്ന് മുന്നേറിയ സ്വർണ്ണവിലയിൽ 80 രൂപയാണ് കുറഞ്ഞത്. 74,440 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 9,305 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഒറ്റയടിക്ക് 800 രൂപ ഉയർന്നത്. 8-ാം തീയതി റെക്കോർഡിട്ട സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ കുറയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 75,760 രൂപയാണ് റെക്കോർഡ് ഉയരം. 12 ദിവസത്തിനിടെ 2,300 രൂപ കുറഞ്ഞ ശേഷമാണ് വില ഉയരാൻ തുടങ്ങിയത്. ഈ മാസം ആദ്യം 73,200 രൂപയായിരുന്നു സ്വർണ്ണവില. ഒരാഴ്ചയ്ക്കിടെ 2,500 രൂപയിലധികം വർദ്ധിച്ച ശേഷമാണ് 9-ാം തീയതി മുതൽ കുറയാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സപ്ലൈകോയിൽ 349 രൂപ വിലയുണ്ടായിരുന്ന സബ്സിഡി വെളിച്ചെണ്ണ 10 രൂപ കുറച്ച് 339 രൂപയ്ക്ക് കൊടുക്കുമെന്ന് മന്ത്രി GR അനിൽ. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഠിനമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്നും സെപ്റ്റംബർ മാസത്തിലെ സബ്സിഡി സാധനങ്ങൾ ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തിൽ കാർഡ് ഉടമകൾക്ക് വാങ്ങാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. 250-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ ഓഫറുകളും വിലക്കുറവും നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജൂലൈ മാസത്തിൽ 168 കോടി രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈകോയ്ക്ക് ഉണ്ടായത്. 68 കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ മാസം സപ്ലൈകോ വഴി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തത്. 32 ലക്ഷത്തോളം ഉപഭോക്താക്കൾ കഴിഞ്ഞ മാസം സപ്ലൈകോ വിൽപ്പനശാലകളെ ആശ്രയിച്ചതായും മന്ത്രി പറഞ്ഞു. ഓണത്തിരക്ക് ആരംഭിച്ച ഈ മാസം ഓഗസ്റ്റ് 22 വരെയുള്ള വിറ്റുവരവ് 180 കോടി രൂപയാണ്. ഓഗസ്റ്റ് 11 മുതൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പ്രതിദിന വിറ്റുവരവ് 10 കോടിക്ക് മുകളിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓണത്തിനായി സപ്ലൈകോ 2 ലക്ഷത്തോളം കിൻഡൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചതായും ഓണക്കാലത്ത് സബ്സിഡി അരിക്ക് പുറമെ കാർഡൊന്നിന് 20 കിലോ പച്ചരിയോ പുഴുക്കലരിയോ 25 രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും. സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിന്റെ അളവ് 1/2 കിലോയിൽ നിന്നും 1 കിലോയായി വർദ്ധിപ്പിക്കുകയും ചെയ്തതായും മന്ത്രി പറഞ്ഞു. കാപ്പാട് റബി ഉൽ അവൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച റബി ഉൽ അവൽ 1 ആയിരിക്കും. നബിദിനം സെപ്റ്റംബർ വെള്ളിയാഴ്ച ആയിരിക്കുമെന്നും ഗാസിമാർ അറിയിച്ചു. ഗാസിമാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ കോഴിക്കോട്, ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലുല്ലി പാണക്കാട്, സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നായിബ് കൂടിയായ കോഴിക്കോട് ഗാസി സയ്യിദ് നാസർ ഹയ്യത്ത് ഷിഹാബ് തങ്ങൾ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ പ്രധാന ദേശീയപാതയായ NH 544 അപകട മേഖലകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി അടിപ്പാതകൾ നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി കരാർ നൽകിയ PST എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നീതിന്യായ വ്യവസ്ഥയെയും നിരന്തരം തെറ്റിദ്ധരിപ്പിച്ച് നിലവാരം കുറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KR സുമേഷ് ആരോപിച്ചു. ദേശീയപാത അതോറിറ്റി PST കമ്പനിക്ക് കരാർ നൽകിയതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് KR സുമേഷ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നും ഇതിന്റെ സ്വാധീന ഫലമായാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്നുമാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ
64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൊരട്ടി പഞ്ചായത്തിന്റെ LDF വികസന സന്ദേശയാത്ര പര്യടനം ആരംഭിച്ചു. ജാഥയുടെ ഉദ്ഘാടനം CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ നിർവഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം TV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് BC ബിജു ജാഥ ക്യാപ്റ്റനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വൈസ് ക്യാപ്റ്റനും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ് മാനേജറുമായുള്ള ജാഥ ചൊവ്വാഴ്ച സമാപിക്കും. വിവിധ സ്ഥലങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ PC ബിജു, അഡ്വക്കേറ്റ് KR സുമേഷ്, LDF നേതാക്കളായ KP തോമസ്, PB രാജു, ജോർജ് ഐനിക്കൽ, ഡേവിസ് മാമ്പ്ര, AA ബിജു, KK രാജൻ, PC സജിത്ത്, MJ ബെന്നി, ബാബു ജോസഫ്, MK സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. ആദ്യ ദിവസത്തെ സമാപനം ചെക്കാരിക്കലിൽ CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. നാലുകെട്ടിൽ വെച്ച് ആഗസ്റ്റ് മാസം 24-ന് CPIM-ന്റെ ഏരിയ സെക്രട്ടറി സഖാവ് KS അശോകൻ ഉദ്ഘാടനം ചെയ്ത ജാഥ ആഗസ്റ്റ് 25-ന് ചെറ്റാരിക്കലിൽ വെച്ച് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം CPIയുടെ സംസ്ഥാന കമ്മിറ്റി സഖാവ് സ്കൂളും ഒരു ആശുപത്രിയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഒരു കുടിവെള്ള പദ്ധതിയും ഒരു അടിസ്ഥാന വികസനവും നമ്മുടെ നാട്ടിൽ നടക്കില്ല. അത് വെറുതെ നടക്കില്ല. നമ്മുടെ BD ദേവസ്വമൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ സ്റ്റേറ്റിലെ MLA-മാർക്കെല്ലാം വഴികാട്ടിയാണ് അദ്ദേഹം. 3 ടേം MLA ആയിരുന്നു. നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിന്റെ വികസനത്തിന്റെ വെള്ളിവെളിച്ചത്തിലേക്ക് നയിച്ച പ്രകാശകോപുരമാണ് ദേവസ്വം. അദ്ദേഹവും ഇന്നത്തെ സനീഷ് കുമാർ ജോസഫും തമ്മിലൊന്ന് നിങ്ങൾ താരതമ്യം ചെയ്യൂ. ഒന്ന് താരതമ്യം ചെയ്തോ. ഞാനതിനെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഒരു നിർഗുണനായിട്ടുള്ള മനുഷ്യൻ, നല്ലൊരു പഞ്ചായത്ത് മെമ്പറാവാനുള്ള യോഗ്യത പോലും അദ്ദേഹത്തിനുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു നിർഗുണനായ മനുഷ്യൻ. ഞങ്ങളിപ്പോ ഈ ഹൈവേയിലെ പ്രശ്നവും സമരവും അവിടുത്തെ ദുരിതവും ദുഃഖവും നരകയാതനയും അതിനടിസ്ഥാനത്തിൽ LDF-ന്റെ 3 പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജനനേതാക്കളും എല്ലാം ചേർന്ന് സമരപ്രക്ഷോഭങ്ങൾ നയിച്ചു. ഇവിടെ ജില്ല കടന്നും. പാലക്കാട്ട് പോകുമ്പോ MLA കൂടി ഉണ്ടാകണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കരുത്തുണ്ടാകും നമ്മുടെ സമരത്തിന്. അദ്ദേഹം വന്നില്ല, മാറിയിരിക്കുകയാണ്, സ്ഥലത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ അത് അന്വേഷിച്ചപ്പോ വേറെ ഇങ്ങനെ സമരങ്ങളെല്ലാം നടക്കുന്നു. അവിടേക്കൊന്ന് എത്തി നോക്കാമല്ലോ. ജനങ്ങളല്ലേ MLA, നമ്മുടെ MP ഇവരെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തെളിവിനായി ഒന്നും നമ്മുടെ മുമ്പിലില്ല. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുട്ടാൻ ഒരു വെട്ടം പോലും ഉണ്ടാവില്ല. ആ സമയത്താണ് ദേവസ്വേട്ടൻ പറയുന്നത് നമുക്ക് ഒരു കൈമാസ്റ്റർ ലൈറ്റ് എവിടെ ഉണ്ടെന്നിട്ട് നമുക്ക് 4-8 ഭാഗത്ത് ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം പടിഞ്ഞാപ്പുറ MP തന്നു. പിന്നീട് അപ്പം തന്നെ നമ്മൾ ഈ ജംഗ്ഷനിൽ ഇടാൻ പറഞ്ഞാണ്. അങ്ങനെയാണ് ഇവിടെ കൈമാസ്റ്റർ ഒരെണ്ണം ഇവിടെ ഇടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ തലങ്ങും വിലങ്ങുമായിട്ട് എല്ലാ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും നമുക്ക് അന്നത്തെ MLA ദേവസ്വേട്ടൻ്റെ പിന്തുണ വലിയ തോതിൽ കിട്ടിയിരുന്നു. അത് 21 വരെ. അപ്പോൾ 21-ന് ശേഷം നമുക്ക് ആ രീതിയിലുള്ള സഹായങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടാതെ തന്നെ ഈ പഞ്ചായത്ത് ഭരണ സമിതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി. നരേന്ദ്രമോദിയുടെ ബിരുദ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തള്ളിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി. CIC ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഡൽഹി സർവകലാശാല സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് സച്ചിൻ ദത്ത വിധി പുറപ്പെടുവിച്ചത്. ഈ വിഷയത്തിൽ വാദം പൂർത്തിയാക്കിയ ഡൽഹി ഹൈക്കോടതി ഫെബ്രുവരി 27-ന് വിധി പറയാൻ മാറ്റുകയായിരുന്നു. അപരിചിതരായ ആളുകളെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണിക്കാനാകില്ല എന്ന നിലപാടാണ് ഡൽഹി സർവകലാശാല കോടതിയിൽ സ്വീകരിച്ചത്. ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കോടതിയിൽ ഹാജരായത്. ഡൽഹി സർവകലാശാലയുടെ വാദങ്ങൾ അംഗീകരിച്ച ഹൈക്കോടതി മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി തന്നെ തുടരണമെന്ന് നിർദ്ദേശിച്ചു. നീരജ് എന്നയാൾ നൽകിയ വിവരാവകാശ അപേക്ഷയെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം 1978-ൽ BA പരീക്ഷ പാസായ എല്ലാ വിദ്യാർത്ഥികളുടെയും രേഖകൾ പരിശോധിക്കാനാണ് 2016 ഡിസംബർ 21-ന് CIC അനുമതി നൽകിയത്. ഇതിനെ ചോദ്യം ചെയ്താണ് ഡൽഹി സർവകലാശാല കോടതിയെ സമീപിച്ചത്. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല ആകർഷകമല്ലാതായി തീർന്നുവെന്നും നിയമനവും ശമ്പളവും DAN ലഭിക്കാത്ത അധ്യാപക സമൂഹവും സ്കോളർഷിപ്പും സൗജന്യ യൂണിഫോമും ലഭിക്കാത്ത വിദ്യാർത്ഥികളുമാണ് 9 വർഷത്തെ ഇടതുഭരണത്തിന്റെ ബാക്കി പത്രമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ UDF-ന് മാത്രമേ സാധിക്കൂ എന്നും MLA കൂട്ടിച്ചേർത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാലക്കുടി അധ്യാപക നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
KPSTA ഉപജില്ലാ പ്രസിഡന്റ് KM റാഫി അധ്യക്ഷനായിരുന്നു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു മാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരിമഠത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് VK അജിത് കുമാർ, ഷോൺ പല്ലിശ്ശേരി, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, ആൻഡോ P തട്ടി, മുഹമ്മദ് റാഫി, പ്രവീൺ M കുമാർ, മോളി PX, ജോസ് പോൾ, PU രാഹുൽ, ആൻമേരി നരിക്കുളം, PP ടെസി, മേരി ഷിബി, IN ശ്രീജ എന്നിവർ പ്രസംഗിച്ചു. KPSTA അംഗവും ഹെഡ്മാസ്റ്ററുമായിരുന്ന ഫാദർ ജോയ് കുടിയാന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ചാലക്കുടി സബ് ജില്ലയിൽ LSS USS സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടികളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് KPST ചാലക്കുടി സബ് ജില്ലാ കമ്മിറ്റി പുരസ്കാരവും ക്യാഷ് അവാർഡും ഏർപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും ശക്തമായ അധ്യാപക സംഘടനയാണ് KPST എന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ ഇത്ര അടുക്കും ചിട്ടയോടും കൂടി കരുത്തോടും കൂടി മുന്നോട്ട് പോകുന്ന വേറൊരു പോഷക സംഘടന ഇല്ല എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അധ്യാപക സമൂഹത്തിലെ ഏറ്റവും ആദരവ് നേടുന്ന വ്യക്തിത്വങ്ങളാണ്. നമുക്കറിയാം, വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ അധ്യാപകരൊക്കെയാണ്. പലരും പ്രവർത്തിക്കുന്ന MLA ആണ്, ചിലപ്പോൾ XMLA അല്ലെങ്കിൽ മറ്റ് ഏത് ജോലിയാണെങ്കിലും അവരുടെ എക്സൈറ്റഡ് പക്ഷേ ടീച്ചർമാരെന്നും ജീവിത അവസാനം വരെ ടീച്ചർ എന്ന് തന്നെയാണ് പൊതുസമൂഹവും അവരുടെ ശിക്ഷ സമൂഹവും ഒക്കെ അവർ വിളിക്കുന്നത്. വലിയ ആദരവ് നേടുന്ന അധ്യാപക മേഖലയിൽ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണം അധ്യാപകരെ മുഴുവൻ തെരുവിലിറക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ശമ്പളം ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന അധ്യാപകരുടെ നാടായിട്ട് നമ്മുടെ നാട് മാറുന്ന ഒരു കാലഘട്ടം. ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ തകർച്ച നേരിട്ട ഒരു കാലഘട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ, അവരുടെ ന്യായമായ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കാലത്ത് നടപ്പിലാക്കിയ ആനുകൂല്യങ്ങൾ പോലും അധ്യാപകർക്ക് ലഭിക്കാത്ത DA കുടിശ്ശിക 22% DA കുടിശ്ശിക കൊടുക്കാനായിട്ടുള്ളത്. വിലക്കയറ്റത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് DA കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ വർഷമായി ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ PF ലയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുക എന്നല്ലാതെ യഥാർത്ഥമായി അധ്യാപകർക്ക് വേണ്ടുന്ന കാര്യത്തിലുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് സാധിക്കും. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ മാസ്റ്റർ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിറ്റി ടീച്ചറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശാന്തി ടീച്ചർക്കും എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. വെട്ടിക്കുഴി നോട്ടർഡേം സ്കൂൾ ആർട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ചായ്പങ്കുഴി പള്ളി വികാരിയും ക്ലാസിക്കൽ ഡാൻസറുമായ ഫാദർ ഡാനിയൽ വാരമുത്ത് ഭരതനാട്യം അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലി, PT പ്രസിഡന്റ് ദിലീക് ദിവാകരൻ, മാനേജർ സിസ്റ്റർ സത്യ, അധ്യാപകരായ സിസ്റ്റർ തനൂജ, നിർമ്മല, സന്ധ്യ, ശാലിനി, ഷിജിത എന്നിവർ സംസാരിച്ചു. 3 ദിവസങ്ങളായി നടന്ന മത്സരങ്ങളിൽ സമ്മാനം നേടിയവർക്ക് നാടക കലാകാരൻ ഉണ്ണിപ്പാലപ്പെട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ಜನ ಕಿಟ್ಟ 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 ಕಕ್ಕುಡು ದಿಕ್ಕುಡು ನರಿಗಿಡದ ಕಕ್ಕುಡು ದಿಕ್ಕುಡು ನರಿ ನರಿಗಿಡದ ಕುಂದಗೆ ಕಿಟದಗ ಜನ ಕಿಟ್ಟ 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 ಕಕ್ಕುಡು ದಿಕ್ಕುಡು ನರಿಗಿಡದ ಕಕ್ಕುಡು ದಿಕ್ಕುಡು ನರಿ ನರಿಗಿಡದ ಕುಂದಗೆ ಕಿಟದಗ ಜನ ಕಿಟ್ಟ 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 ಕಕ್ಕುಡು ದಿಕ್ಕುಡು ನರಿಗಿಡದ ಕಕ್ಕುಡು ದಿಕ್ಕುಡು ನರಿ ನರಿಗಿಡದ
Tanuja, sisters, members of the teaching and non-teaching staff, enthusiastic participants, and my dear students. Good morning. Yes. Today we begin the Arts Fest. We have been having Arts Fest for many years. And it's a ദിവസമാണെന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന കലോത്സവങ്ങളിൽ പങ്കെടുക്കുകയും അതിന് സമ്മാനം ലഭിക്കുകയും ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയത്. നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമല്ലേ? ഇന്ന് ക്ലാസ്സിലില്ല. അപ്പൊ ക്ലാസ്സില്ലാന്ന് ഇരിക്കുന്ന ദിവസം വലിയ സന്തോഷമായിരിക്കട്ടെ. മഴ പെയ്താൽ ക്ലാസ്സില്ല, പല ദിവസങ്ങളൊന്നും ക്ലാസ് ഇല്ലാത്ത ദിവസം വലിയ സന്തോഷമായിരിക്കും. ഇന്ന് അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ വലിയ സന്തോഷത്തിന്റെ ദിവസം എന്ന് പറയാൻ കാരണം ഇന്ന് നമ്മൾ ഈ കലോത്സവം, നമ്മുടെ കലകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരം ഇന്ന് ഇവിടെ ആഘോഷിക്കപ്പെടുന്നതിന് സന്തോഷമാണ്. ചാലക്കുടി നഗരസഭ 18-ാം വാർഡിൽ നവീകരിച്ച സർക്കാർ ആശുപത്രി ജംഗ്ഷന്റെ ഉദ്ഘാടനവും വാർഡ് സഭയും നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ വി ജെ ജോജി അധ്യക്ഷനായി. സാജൻ പടിക്കലെ മുഖ്യപ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി, വിൽസൺ കല്ലൻ, ബിന്ദു ഡേവിസ്, കെ ജി രമേശ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വാർഡംഗങ്ങളെയും 80 വയസ്സ് കഴിഞ്ഞവരെയും ആദരിച്ചു. കേരള ഇലക്ട്രിക് വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും ചാലക്കുടി ഡ്രീം പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ എം നിരൂപ് ഉദ്ഘാടനം ചെയ്തു. എ ഡി വർഗീസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഒ ജോ ഷിജോ മുഖ്യപ്രഭാഷണം നടത്തി. ഐ ജി വിജു പ്രവർത്തന റിപ്പോർട്ടും കെ എൽ ജോർജ് കണക്കും അവതരിപ്പിച്ചു. ടി സി സിനോയ്, പി ജി ബാബു, വി എ പൗലോസ്, കെ എ സത്യൻ, സി എസ് വിപിൻ, പി ആർ പ്രസാദ്, ഡിജോ ജോസ്, കെ കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു. SSLC അവാർഡ് ദാനവും വിവിധ ഇലക്ട്രിക് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞിട്ടും പരിയാരം ഗ്രാമപഞ്ചായത്തെ അനധികൃതമായി താമസിച്ചു തുടർന്ന ശ്രീലങ്കൻ വനിത റിമാൻഡിൽ. 55 വയസ്സുള്ള ബെൻടാര നായികി ചന്ദ്രവതിയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കുറ്റിക്കാട് സ്വദേശിയായ കാവങ്ങൽ വീട്ടിൽ സ്റ്റാൻഡിൽ എന്നയാളുമായി വിവാഹിതയായ ഇവർ കുറ്റിക്കാടുള്ള വീട്ടിൽ 2012 മുതൽ താമസിച്ചു വരുന്നതാണ്. ഇവരുടെ വിസ കാലാവധി 2020 ജൂലൈ 10 അവസാനിച്ചിരുന്നു. വിസ പുതുക്കാതെ കേരളത്തിൽ തുടർന്നതിനാണ് ഇവരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇവരെ തൃശൂർ വനിതാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ എം കെ സജീവ്, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, കെ കെ ബിജു, ASIമാരായ രജനി, ജിബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടെസ്സി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കിഴക്കേ കുറ്റിച്ചിറ NSS ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV ആന്റണി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം സരിത ഷാജി, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് KM ജോസ്, ബാങ്ക് ഡയറക്ടർ TL ദേവസി, സുനിൽ K മേനോൻ, K കൃഷ്ണൻകുട്ടി, ആൻഡു അളയത്ത്, ബെന്നി നമ്പേലി എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ അന്നേരം സൂചിപ്പിച്ചു, മലയോര ഹൈവേ എന്നുള്ളൊരു പദ്ധതി 2013 സംസ്ഥാനത്ത് ആരംഭിച്ചത്. പക്ഷേ നമ്മുടെ ഈ പ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഈ ജില്ലയിൽ
മന്ത്രിയുടെ മണ്ഡലം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഭരണപക്ഷ MLA യുടെ മണ്ഡലം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് 125 കോടി രൂപ അനുവദിച്ചുകൊണ്ട് മലയോര ഹൈവേ നിർമ്മാണം നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആദ്യമായി ഒരു മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നഷ്ടപരിഹാരം നമുക്ക് കൊടുക്കാൻ സാധിച്ചത് ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്കാണ്. 13 കോടി രൂപ ഭൂമിക്കല്ല, അത് അവിടെ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. കുടിവെള്ള പദ്ധതി 40 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് കോടശ്ശേരി ഉൾപ്പെടെയുള്ള നമ്മുടെ കോടശ്ശേരി, പരിയാരം, അതിരപ്പള്ളി 3 പഞ്ചായത്തിൽ സമ്പൂർണ്ണമായി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി. അത് ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ITയിൽ വിവിധ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 30 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. നേരത്തെ അപേക്ഷിക്കാത്തവർക്കും അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അപേക്ഷ നൽകാം. ഉയർന്ന പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9455331239 9447238800 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച ചാലക്കുടി മണ്ഡലത്തിലെ 3 സ്കൂൾ കെട്ടിടങ്ങൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒലിവ് മൗണ്ട് സെന്റ് തോമസ് ദേവാലയം സുവർണ ജൂബിലി ആഘോഷനിറവിൽ. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കി. സപ്ലൈകോയിൽ 349 രൂപ വിലയുണ്ടായിരുന്ന സബ്സിഡി വെളിച്ചെണ്ണ 10 രൂപ കുറച്ച് 339 രൂപയ്ക്ക് കൊടുക്കുമെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.